എന്താ മൂലക്കുരുവിന്റെ അസുഖമുണ്ടോ? എന്താ? അല്ല, നിനക്ക് ഇരിക്കാൻ പറ്റുന്നില്ല? ഇത് എക്സർസൈസാ. ഓ ജയനാവൻ, ഞാൻ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോവാ. ജയന് മുട്ട വീണോ? കൂടെ പട്ടി അമ്മേ. ചാക്കോ അല്ല, സഞ്ചി. ഞങ്ങളെ മണ്ടന്മാരാക്കാന്ന് വിചാരിച്ചോ? ഇനി ഞാനായിട്ട് എന്തിനാ ആക്കണേ? നിർത്തടി എം ഡി. നീ ആരാന്നാ പറഞ്ഞേ? കാൽകളാ. ഞങ്ങൾ കാണിച്ചു തരട്ടെ നിന്റെ ഹോട്ടലിലെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ ശരിക്കും കാൽകളാണെന്ന്. പോടാ, ഈ ഗേൾ ഒന്ന് കോൾ ചെയ്താ എന്റെ ആളുകൾ ഇപ്പൊ എത്തും. പിന്നെ ഇവിടെ ഇടിയുടെ പൂരായിരിക്കും. ഞങ്ങളെ ഇത് വെച്ച കാശ് അല്ല പിന്നെ വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ എന്താ ഈ ലവാങ്കുവാസൂരെ കൊരങ്ങളിപ്പിക്കരുത്. തല്ല് ചെണ്ടയ്ക്കും കാശ് മുഴുവനും മാരാർക്കൊന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ തല്ല് ലവാങ്കിനും കാശ് ഉത്സവം കാണാൻ വന്ന അടവാങ്കിനും അല്ലേ? അടവാങ്ക് അതാര്? എന്റെ അച്ഛൻ. ഓ, ലവാങ്കിന്റെ അച്ഛൻ അടവാങ്ക്. എന്താണ് എന്റെ ഉദ്ദേശം? അവളുടെ ചേട്ടന്റെ മോഷ്ടിച്ച പണം അവളെ തന്നെ കൊണ്ട് കൊടുക്കണോ? ഓ വല മോനെ, അവൾക്ക് വേണ്ടി നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് മോഷ്ടിക്കണം. ഇന്നലെ രാത്രി പോലും തുടങ്ങിയ പണിയാ. പാട്ടയുടെ മൂടുവെട്ടൽ, ഡ്രൈനേജിന്റെ മൂടി മാറ്റ. എന്റെ അമ്മോ, എന്നിട്ട് ഇപ്പൊ ഇതെല്ലാം അവൾക്കാണെന്നോ? എന്നാ പിന്നെ ഇതിൽ അവളെ കൊണ്ട് ജയിക്കാൻ മേലായിരുന്നോ? എന്തിനെന്നെ മോഹിപ്പിച്ചു? ഇയാളെതിനെ കിടന്ന് മോങ്ങണേ. ഇതല്ലാതെ വേറെ വല്ലതും പറയാനോ? ഉണ്ട്. ഭീമസേന പാഞ്ചാലിക്ക് കല്യാണ സാമാനം കൊടുത്തോലാവരുത്. കല്യാണ സാമാനം? കല്യാണ സംബന്ധിക്കോ? ഭീമന്റെ ഭൂ. അവനാണ് ഗോപാലൻ. പിടിക്കവന്. എടാ ഗോപാലൻ, ഞാൻ ഒരു കൈ തന്നെ. സൂക്ഷിച്ച് തെറ്റിക്കാവൂല്ലോ. മാപ്പ്. മാപ്പോ? അതിന് നീ എന്ത് തെറ്റാ ചെയ്തേ? അതല്ല, അയാള് വരച്ചെന്നില്ലേ പടമൊക്കെ ഉള്ള. ഓഹോ, ആ കോപ്പോ? ഇത് തന്നെ. ഇത് മാപ്പ് വരക്കാൻ അറിയാത്ത ഏതോ കോപ്പം വരച്ചാണ്. സംഭവമൊക്കെ തെറ്റിക്കിടന്ന് കണ്ടില്ലേ? 60% വിടാം. മാനേജർ ആവട്ടെ. ഇതില് മാനേജർ വിടാം. മാനേജറുടെ ഞാന് തിരിച്ചാ വെച്ചു. അപ്പൊ നീയാണ് കോപ്പൻ. അയാളെ കുറ്റപ്പന്റെ കാര്യമില്ല. ദൂരയാത്രക്ക് പോവുകയാണല്ലേ? ചേട്ടന്റെ പേരെന്താ? ഹരിചന്ദ്രൻ. എന്താ നക്ഷത്രം? ബാക്കോ? ഓ, മൂലം. ഏതായാലും മൂലം നക്ഷത്രക്കാർക്ക് സമയം വെച്ച് ശുക്രനെ അടിച്ചാലുണ്ടല്ലോ. ആരടിച്ചാലും ഞാൻ തിരിച്ചടിക്കും. അമ്മാതിരി അടി ഞാൻ കൊണ്ടു കഴിഞ്ഞൊരു തെണ്ടി കാരണം. ശുക്രൻ വരണമെന്ന് പറഞ്ഞാൽ നല്ല കാലം വരണമെന്ന് അർത്ഥം. കണ്ടോ? എത്ര ദിവസത്തെ പ്രയത്നോ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഇനി എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയുള്ളൂ, ഒരുപാട് കാശുണ്ടാക്കാൻ. തട്ടിക്കൊണ്ടുപോകൽ. അത് കൊള്ളാം. എന്നെ ചെറുപ്പത്തിലെ കുറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാ. എന്നിട്ട് 2 ദിവസമായിട്ട് ആരും അന്വേഷിച്ചിട്ടുണ്ടായപ്പോ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്നിട്ടൊരു ഉപദേശം തന്നു. എന്ത്? എന്റെ ഒടുക്കത്തെ തീറ്റ നിർത്തണം. അവരെ കൊണ്ട് താങ്ങുന്നില്ലത്രേ.